Hi students, in the previous class we discussed about photoelectric effect, its laws, and now we are trying എങ്ങനെയാണ് ഐൻസ്റ്റീൻ ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതെന്ന് പഠിക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റാനിയസ് പ്രോസസ്സാണെന്നറിയാം. പിന്നെ അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫാൾ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്നറിയാം. But according to old classical theory, the energy of a radiation is proportional to temperature. ആവറേജ് എനർജി എന്ന് പറയുന്നത് KT ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ലൈറ്റ് വരികയാണെങ്കിൽ കൂടുതൽ എനർജി വരേണ്ടതാണ് അല്ലേ. പക്ഷേ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇപ്പോൾ ബ്ലൂ ലൈറ്റിലാണ് ഇപ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എമിഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ മെറ്റൽ. അപ്പോൾ ഈ പച്ച ലൈറ്റ് എത്ര ഇൻറ്റൻസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കില്ല, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, ഇൻറ്റൻസിറ്റി കൂട്ടുകയാണെന്ന് വെച്ചാൽ എന്താ, സത്യം പറഞ്ഞാൽ എന്താ, എനർജി കൂടുകയാണ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ തിയറി. പക്ഷേ എനർജി എത്ര കൂട്ടിക്കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. പക്ഷേ ഒട്ടും ഇൻറ്റൻസിറ്റി ഇല്ലാത്ത ഒരു ബ്ലൂ ലൈറ്റ് വരുമ്പോൾ ആ പർട്ടിക്കുലർ മെറ്റൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓൾഡ് ക്ലാസിക്കൽ തിയറി ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടി. ലൈറ്റ് ഒരു വേവാണ് എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോഴാണ് മാക്സ് പ്ലാങ്കിൻ്റെ ഏത് തിയറി, ക്വാണ്ടം തിയറി, ഐൻസ്റ്റീൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ ഐൻസ്റ്റീൻ 1905 എന്ത് ചെയ്യുന്നത്, ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. വളരെ സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. എന്താ, ന്യൂ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ദ എനർജി ഓഫ് ദാറ്റ് പാക്കറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇഫ് ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഫാളിംഗ് റേഡിയേഷൻ, ദെൻ ദ എനർജി ഓഫ് ദാറ്റ് റേഡിയേഷൻ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പോൾ ന്യൂ സീറോ എന്ന് പറയുന്നതാണ് നമുക്ക് എന്തെന്നറിയാം, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നറിയാം. അതായത് ന്യൂ സീറോ എന്ന് പറയുന്ന ഫ്രീക്വൻസിക്ക് മുകളിൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഇവിടെ എമിഷൻ നടക്കുകയുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഐൻസ്റ്റീൻ അപ്പോൾ ചിന്തിച്ചു, ന്യൂ സീറോ എന്ന് പറയുന്ന ത്രഷോൾഡ് ഫ്രീക്വൻസി ആണെങ്കിൽ അത്രയും ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു ന്യൂ സീറോ ആയിരിക്കും അല്ലേ. അപ്പോൾ എച്ച് ഇൻറ്റു ന്യൂ സീറോ എന്ന് പറയുന്ന എനർജി, ആ എനർജിയോ അതിൽ അധികം എനർജിയോ ആർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റൽ സർഫസിന് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഇറങ്ങി വരും. ഈസിൻ്റെ അതായത് എന്താ, ഒരു ഇലക്ട്രോൺ മെറ്റൽ സർഫസിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ട മിനിമം എനർജി എന്ന് പറയുന്നത് എന്താണ്, എച്ച് ന്യൂ സീറോ ആണ്. അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, വർക്ക് ഫങ്ഷൻ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. എന്താ, ഒരു ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്നു. അപ്പോൾ ആ ഒരു എനർജി പാക്കറ്റ്, അല്ലെങ്കിൽ അതിന് നമുക്കൊരു ഫോട്ടോൺ എന്ന് പറയാം, ആ ലൈറ്റ് പാക്കറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ സീറോ ആണ്. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് വരുന്നതെങ്കിൽ എച്ച് ന്യൂ ആണ് അതിൻ്റെ എനർജി ഓഫ് ദാറ്റ് പാക്കറ്റ്. ഇഫ് ദാറ്റ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് ന്യൂ സീറോ, എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ അതൊന്ന് എമിറ്റ് ചെയ്തു പോകും. ഈസിൻ്റെ അപ്പോൾ ഫസ്റ്റ് ലോ അവിടെ പ്രൂവ്ഡായി, പ്രശ്നം സോൾവ് ആയി. എന്താ, ദ എമിഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ. അതായത് എന്താ, എച്ച് ന്യൂ സീറോ എന്ന് പറയുന്ന എനർജിയേക്കാൾ കൂടുതൽ എനർജി ഉള്ള എച്ച് ന്യൂ എന്ന് പറയുന്ന എനർജി ഉള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാലായിരിക്കും അവിടെ എന്ത് സംഭവിക്കുക, എമിഷൻ സംഭവിക്കുക. അപ്പോൾ ഫസ്റ്റ് ലോ പ്രോബ്ലം സോൾവ് ആയി. പിന്നെ രണ്ടാമത്തെ ലോ എന്താ, ഇറ്റ്സ് എൻ ഇൻസ്റ്റൻറ്റാനിയസ് പ്രോസസ്സ്. എന്താ, ഒരു പാക്കറ്റ് വരുന്നു, അപ്പോൾ തന്നെ ഇലക്ട്രോൺ ഇറങ്ങി പോകുന്നു. അതായത് ഒരു ക്യാരം ബോർഡിലേക്ക് ഒരു ക്യാരം ബോർഡിലെ സ്ട്രൈക്കർ വന്ന് ഒരു കോയിനെ തട്ടുന്ന സമയത്ത് കോയിൻ ഇറങ്ങി പോകുന്നു. രണ്ടാമത്തെ ലോയും രണ്ടാമത്തെ ഒബ്സർവേഷൻ ക്ലിയറായി. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്താ, ദ നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഈസ് ഇൻക്രീസസ് ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കുക, കൂടുതൽ ഫോട്ടോൺസ് വരും അല്ലേ. അപ്പോൾ ഒരു ഫോട്ടോൺ, അതായത് എച്ച് ന്യൂ സീറോ എന്ന് പറയുന്ന ഒരു എനർജി പാക്കറ്റ് വന്നാൽ ഒരു ഇലക്ട്രോണെ ഇജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള 2 എനർജി പാക്കറ്റ് വന്നാൽ 2 ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യും. 3 എനർജി പാക്കറ്റ് വന്നാൽ 3 ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യും. 4 എനർജി പാക്കറ്റ് വന്നാൽ 4 ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യും. ഇസിൻ്റെ അപ്പോൾ മൂന്നാമത്തെ ലോയും മൂന്നാമത്തെ ഒബ്സർവേഷനും ഒക്കെ സോൾവ് ആയി. എന്താ, ഇൻറ്റൻസിറ്റി ഓർ ദ നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇൻക്രീസസ് വിത്ത് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇനി നാലാമത്തെ കാര്യം കൂടി നമുക്ക് പറഞ്ഞാൽ, കൈനറ്റിക് എനർജിയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വൃത്തിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നാലാമത്തെ ലോ എന്താ, കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ഓർ
ദാറ്റ് ഈസ് ഇൻക്രീസസ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. h0 എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് എന്തിനാണ്? അതാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? അത് ഒരു ഇലക്ട്രോണ് അതിൻ്റെ ഒരു മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇജക്റ്റ് ചെയ്യപ്പെടാൻ ആവശ്യമായ എനർജിക്കാണ് നമ്മൾ h0 അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ന്യൂ ആണ്. ദെൻ വാട്ട് വിൽ ബി ദ എനർജി ഓഫ് ദാറ്റ് വിൽ ബി hν അല്ലേ? വരുന്ന ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് hν ആണ്. അതിലെന്താ സംഭവിക്കുന്നത്? h0 അല്ലെങ്കിൽ W എന്ന് പറയുന്ന അത്ര എനർജി എന്തിനു വേണം? ആ ഫോട്ടോ ഇലക്ട്രോണെ അവിടുന്ന് ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി വേണം. ബാക്കി എനർജി എന്ത് ചെയ്യും? ബാക്കി എനർജി എന്തായിരിക്കും മാറ്റും? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതായത് ടോട്ടൽ വരുന്ന എനർജിയിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന അത്രയും എനർജി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇറ്റ് ഈസ് യൂസിങ് ടു ഇജക്ട് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ബാക്കി എനർജിയെല്ലാം ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഇസ്ന്റ് ഇറ്റ്? So what we can say, hν equal to hν0 plus kinetic energy of electron. Otherwise we can say that kinetic energy of electron എന്ന് വെച്ചാൽ എന്തായിരിക്കും? വരുന്ന സാധനത്തിൻ്റെ എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ hν മൈനസ് W ഓർ hν മൈനസ് hν0. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൈനറ്റിക് എനർജി കൂടുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? ന്യൂ എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ്. അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കാം. നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള ഗ്രാഫ് നോക്കാം. അതായത് E ഈക്വൽ ടു hν0 എന്ന് പറയുന്ന എനർജിയുള്ള ഒരു ഫോട്ടോൺ വന്നു. ഇപ്പോൾ ഫോട്ടോൺ വന്നപ്പോൾ ജസ്റ്റ് മെറ്റലിൽ നിന്ന് ആ ഇലക്ട്രോണെ പുറത്തെത്തിക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ എനർജി ഇല്ല, അത്രയ്ക്ക് എനർജി ഉള്ളൂ. അതിനേക്കാൾ കൂടുതലുള്ള വന്നപ്പോഴോ ബാക്കിയുള്ള എനർജി എന്താക്കി മാറ്റി? കൈനറ്റിക് എനർജിയാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഓക്കെ. ഇനി നമുക്കതൊന്ന് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞായിരുന്നു, ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന റിട്ടാർഡിംഗ് പൊട്ടൻഷ്യലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് വി നോ ദാറ്റ് ഹാഫ് mv² വിൽ ബി ഈസ് ഈക്വൽ ടു EV0, അല്ലെങ്കിൽ ഇവിടെ S എന്നാണ് നമ്മളെടുത്ത് VS എന്നും V0 എന്നും കൊടുക്കാറുണ്ട്. EVS എന്നോ അല്ലെങ്കിൽ EV0 എന്നോ നമുക്ക് പറയാം. ഹാഫ് mv² എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജിയാണ്. അതർവൈസ് വി ക്യാൻ സേ ദാറ്റ് ദ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു VS അല്ലേ? VS എന്ന് പറയുന്നതാണ് റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ആ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് E ഇൻറ്റു VS ആണ്. ആ E ഇൻറ്റു VS എന്ന് പറയുന്നത് ഹാഫ് mv² ഈക്വൽ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ സാധനം ഇലക്ട്രോൺ സ്റ്റോപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഹാഫ് mv² ആണ്. ഈ ഹാഫ് mv² നമുക്ക് വേണമെങ്കിൽ EVS എന്നും വേണമെങ്കിൽ എഴുതാം. ഇസ്ന്റ് ഇറ്റ്? സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ യൂസ്ഡ് EVS ദർ. അപ്പോൾ EVS എന്ന് അവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം EVS ഈക്വൽ ടു hν മൈനസ് W എന്ന് എഴുതാം. അപ്പോൾ VSനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് Eനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് വന്നു. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈക്വൽ ടു hν മൈനസ് E മൈനസ് W ബൈ E. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ C ബൈ ലാംഡ എന്നുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് VS ഈക്വൽ ടു hc മൈനസ് E ലാംഡ മൈനസ് W ബൈ E. അപ്പോൾ ഈ ഐൻസ്റ്റീൻ്റെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് 1923 തോന്നുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ലൈറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ബിഹേവിയറും അല്ലെങ്കിൽ എല്ലാ ഫിനോമിനൻസും ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ അടുത്ത് വരെ വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി അല്ലേ? ലൈറ്റ് ഒരു വേവ് ആണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, എല്ലാ സാധനങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പുള്ളി എന്താ പറഞ്ഞത്? ലൈറ്റ് എന്ന് പറയുന്നതല്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നൊരു വേവ് ഉണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി നോക്കുമ്പോൾ അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ ലൈറ്റിനെ നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മാക്സ്വെൽ പറഞ്ഞ തിയറി അനുസരിച്ച് ആദ്യമായിട്ട് ജനറേറ്റ് ചെയ്ത ആരാ? ഹെഡ്സാ. അപ്പോൾ ലൈറ്റിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി അനുസരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്നറിയാം. അങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ആദ്യമായി ജനറേറ്റ് ചെയ്ത ആൾ ഹെഡ്സാണ്. ആ ഹെഡ്സ് തന്നെയാണ് എന്ത് കണ്ടുപിടിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താവുന്നില്ല? ലൈറ്റിൻ്റെ വേവ് ബിഹേവിയർ വെച്ച് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുമില്ല. അതായത് അതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു തിയറി കൊണ്ടുവന്ന ഒരാൾ, അല്ലെങ്കിൽ ആ തിയറിയെപ്പറ്റി പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ ആ തിയറി എക്സ്പെരിമെൻ്റലി ആ തിയറി അനുസരിച്ചുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാക്കിയ ഒരാൾ വേറൊരു ഫിനോമിനൻ കണ്ടുപിടിച്ചു. ആ ഫിനോമിനാണെങ്കിലോ ഈ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുമില്ല. അത് വളരെ നല്ലൊരു കോമഡിയാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അങ്ങനെയാണ് ഐൻസ്റ്റീൻ എന്ത് ചെയ്യുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാക്സ് പ്ലാങ്കിൻ്റെ
ക്വാണ്ടം തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് സിമ്പിളാണെന്ന് തോന്നുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണെങ്കിൽ ആ ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്ന എച്ച് ന്യൂ ആണ്. ആ എച്ച് ന്യൂ എന്ന് പറയുന്ന എനർജി വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട എനർജിയേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ബാക്കി എനർജി എച്ച് ന്യൂ മൈനസ് ഡബ്ല്യു എന്ന് പറയുന്ന അത്രയും എനർജി അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് ആ 4 ലോയും അല്ലെങ്കിൽ 4 ഒബ്സർവേഷനും നമുക്ക് സുന്ദരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി അതിൽ പറയാനുണ്ട്. ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ട എനർജിയാണ്. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കുക ആൽക്കലി മെറ്റൽസിനായിരിക്കും. അത് നിങ്ങൾ പണ്ട് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളതാണ്. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് വളരെ തടിയന്മാരായിട്ടുള്ള മെറ്റൽസാണ്. അപ്പോൾ അതിൻ്റെ സർഫസിൽ എപ്പോഴും ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ആ ഇലക്ട്രോൺ എജക്ട് ചെയ്യാൻ വളരെ കുറച്ച് എനർജി മതി. പക്ഷേ ആൽക്കലൈൻ എർത്ത് മെറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും വർക്ക് ഫംഗ്ഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. പിന്നെ അപ്പുറത്തേക്ക് വരും, പിന്നെ തൊട്ടടുത്ത് ആ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പിന്നെയും പോകുമ്പോഴേക്കും പിന്നെയും കൂടുതലായിരിക്കും. ആൽക്കലൈൻ മെറ്റൽസ് എന്നൊക്കെ വെച്ചാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിളിലെ സെക്കൻഡ് ഗ്രൂപ്പ്, അത് പിന്നെ തേർഡ് ഗ്രൂപ്പ്, അങ്ങനെ പോകുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും വർക്ക് ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കും. പീരിയോഡിക് ടേബിളിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും വർക്ക് ഫംഗ്ഷൻ കുറയുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് താഴേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം പിന്നെയും തടിയനായിക്കൊണ്ടിരിക്കും. അപ്പോൾ തടിയനായിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ഇലക്ട്രോണെ ഇജക്ട് ചെയ്യാൻ അതിന് മാത്രം എനർജി ഒന്നും ആവശ്യമില്ല. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ താഴേക്ക് പോകുമ്പോൾ കുറയുകയും ചെയ്യും. പീരിയോഡിക് ടേബിളിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ വർക്ക് ഫംഗ്ഷൻ കുറയും. ഒരു പീരീഡിൽ വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വർക്ക് ഫംഗ്ഷൻ കൂടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് സാധാരണ കേസിൽ ഈ സീസിയം ഫ്രാൻസിയം എന്നൊക്കെ പറയുന്ന മെറ്റൽ വളരെ എനർജി കുറഞ്ഞ ലൈറ്റ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കാറുണ്ട്. പക്ഷേ മറ്റ് പല മെറ്റൽസും ലൈറ്റിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള അല്ലെങ്കിൽ കൂടുതൽ എനർജിയുള്ള അൾട്രാ വയലറ്റ് റേസ് തട്ടുമ്പോൾ മാത്രമേ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കാറുള്ളൂ. അപ്പോൾ അതാണ് നന്നായി. അപ്പോൾ ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. Okay, thanks for listening.